നമസ്കാരം. പ്രധാന വാർത്തകൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരണനിരക്ക് ഉയരുന്നു. 24 മലയാളികൾ മരിച്ചെന്ന് നോർക്ക. 7 പേർ ഗുരുതരാവസ്ഥയിൽ. ദുരന്തത്തിൽ മരണം 49ആയി. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരം. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക. ഹെൽപ്പ് ലൈനിലേക്ക് ആശങ്കയുടെ ഫോൺ വിളികൾ. ദുരന്തമുഖത്തെ ഉറ്റവരെ തേടി കുടുംബങ്ങൾ. മൃതദേഹം പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിക്കും. പ്രധാനമന്ത്രി അന്തിമോപചാരം അർപ്പിച്ച ശേഷം നാട്ടിലേക്ക്. ഇടപെടലുകൾ വേഗത്തിലാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. വിദേശകാര്യ സഹമന്ത്രി കെ.ബി. സിംഗ് കുവൈറ്റിലെത്തി. മന്ത്രി വീണ ജോർജും ഉദ്യോഗസ്ഥരും കുവൈറ്റിലേക്ക്. പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് നടപടി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് 7 ലക്ഷം നൽകും. ധനസഹായം പ്രഖ്യാപിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. പരിക്കേറ്റവർക്ക് 1 ലക്ഷം വീതം. പ്രമുഖ വ്യവസായികളും ധനസഹായം ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൂട്ടമരണം നടന്നത് ഉറങ്ങിക്കിടക്കുന്നതിനിടെ. തീയും പുകയും പടർന്ന് ശ്വാസം മുട്ടി മരണം. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയവർക്കും ഗുരുതര പരിക്ക്. ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട അനുഭവം വിവരിച്ച ചെങ്ങന്നൂർ സ്വദേശി. എത്രാം നിലയിലായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നേ? 1ാം നിലയിൽ, ഫസ്റ്റ് ഫ്ലോർ. പിന്നെ 3:30 ആയി. നല്ല ഉറക്കത്തിലായിരുന്നു. ചൂടില്ല, റൂമിനകത്ത് കരിഞ്ഞു പോകാം. ഇന്ന് നിരത്തുകളിൽ പൊലിഞ്ഞത് 4 ജീവനുകൾ. കൊച്ചിയിൽ അച്ഛനും മകനും വാഹനാപകടത്തിൽ മരിച്ചു. പോത്ത് വന്നിടിച്ച് ഇരുചക്രവാഹനക്കാരന് ദാരുണാന്ത്യം. കോട്ടയത്ത് നിർത്തിയിട്ട ലോറി പിന്നോട്ടുരുണ്ട് ഡ്രൈവർ മരണപ്പെട്ടു. വിശദമായി നോക്കാം. കുവൈറ്റിനെ നടുക്കിയ തീപിടുത്തം. ആശങ്ക ഉയർത്തി കുവൈറ്റ് തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. ആകെ മരിച്ച 49 പേരിൽ 24 പേർ മലയാളികളാണ്. 7 മലയാളികൾ ഗുരുതരാവസ്ഥയിലാണെന്നും നോർക്ക അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതടക്കം തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജും ജീവൻ ബാബു IAS ഉടൻ കുവൈറ്റിലേക്ക് തിരിക്കും. വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത്. സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 5ഓളം ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളികൾ മരണപ്പെട്ടവരുടെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ പരിക്ക് പറ്റിയ ആളുകളുണ്ട്. പരിക്ക് പറ്റിയവരിൽ തന്നെ ചിലരുടെ ഗുരുതരാവസ്ഥയാണെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ ദുഃഖകരമായ സംഭവമാണ്. യൂണിയൻ ഗവൺമെന്റുമായി ചേർന്ന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തും. അപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ ബോധി എത്തിയിട്ടുണ്ട്. നമ്മുടെ മിനിസ്റ്ററും ഒരു ഉദ്യോഗസ്ഥരും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുമായി ചേർന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുള്ള കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിപ്പോൾ പരിക്ക് പറ്റിയവരിൽ സ്വാഭാവികമായിട്ടും തീപിടുത്തമാകുമ്പോൾ അതിന് എല്ലാവർക്കും അറിയാമല്ലോ, അപകട സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. യൂണിയൻ ഗവൺമെന്റിനോട് തന്നെ
ഇടപെട്ടിട്ടുണ്ട്. അവരുമായി ചേർന്ന് തന്നെ കേരളം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അരുൺ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അടിയന്തര ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് കൃത്യമായ ഏകോപനവും നടക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യമന്ത്രി അടക്കം ഉടൻ തന്നെ കുവൈറ്റിലേക്ക് പുറപ്പെടുകയാണ് എന്നാണ്. എപ്പോഴത്തേക്ക് മന്ത്രി യാത്ര തിരിക്കും? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉടൻ ഏകോപനം ഉണ്ടാവുക? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്? ഭവ്യ, അപകടവിവരം പുറത്തുവന്ന ശേഷം ഇന്നലെ വൈകിട്ടാണ് നോർക്ക പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് തുറന്നത്. അവിടെയുള്ള പ്രവാസി മലയാളികളുടെ ഫോൺ നമ്പറാണ് ഹെൽപ്പ് ഡെസ്കിൽ നൽകിയിരുന്നത്. അതിനെ തുടർന്ന് നിരവധി കോളുകൾ ആ രീതിയിൽ നോർക്കയ്ക്ക് ലഭിച്ചു. ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടെയുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും ചികിത്സയിലുള്ളവരുടെ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ, അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ ഭൗതികദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ജീവൻ ബാബു IAS കുവൈറ്റിലേക്ക് അയക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അതിനു പുറമെയാണ് പ്രമുഖ പ്രവാസി വ്യവസായികൾ MA യൂസഫ് അലി 5 ലക്ഷം രൂപ വീതവും രവി പിള്ള 2 ലക്ഷം രൂപ വീതവും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം നൽകാനുള്ള തീരുമാനം സർക്കാരിനെ അറിയിച്ചത്. നോർക്ക വഴിയാകും ഈ സഹായധന വിതരണം. 24 പേർ ഇതുവരെ മരിച്ചതായാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മന്ത്രിസഭായോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അത് 19 ആയിരുന്നു. പക്ഷേ പിന്നീട് നോർക്ക 5 പേർ കൂടി മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. മറ്റു ചില മലയാളികൾ കൂടി ചികിത്സയിലുണ്ട്. എന്നാൽ അവർക്ക് അത്രത്തോളം ഗുരുതരമായ പരിക്ക്, ആശങ്കപ്പെടാവുന്ന പരിക്ക് അവർക്കില്ല. 6 പേർ കൂടിയാണ് അത്തരത്തിലുള്ള ആശങ്കപ്പെടാവുന്ന തരത്തിലുള്ള പരിക്ക് ഏറ്റ ചികിത്സയിലുള്ള 6 പേർ കൂടിയുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ കൂടുതൽ സങ്കടമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ആ രീതിയിൽ പറയുമ്പോൾ. മറ്റൊന്ന്, മരിച്ചവരിൽ മലയാളികൾ ആരെങ്കിലും തിരിച്ചറിയപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്താനുള്ള തീരുമാനമുണ്ട്. DNA പരിശോധനാ ഫലം വരാൻ 2 ആഴ്ചയെങ്കിലും കാത്തിരിക്കണം. അപ്പോൾ മാത്രമേ കൃത്യമായൊരു മരണനിരക്ക് അറിയാൻ കഴിയൂ. ഏതായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോഴും 6 പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റവർ ചികിത്സ തുടരുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിയും വീണ ജോർജും ഉദ്യോഗസ്ഥരും വൈകിട്ടോടുകൂടി കുവൈറ്റിലെത്തും. അവർ അവിടെ നിന്ന് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും. ഡൽഹിയിൽ കൊണ്ടുവരുന്ന ഭൗതികദേഹങ്ങൾ ഒരുമിച്ചാകും സംസ്ഥാനത്തേക്കും കൊണ്ടുവരിക. ശരി, വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തീപിടുത്തത്തിൽ 24 മലയാളികൾ മരിച്ചതായാണ് നോർക്ക CEO അറിയിക്കുന്നത്. കുവൈറ്റിലെ നോർക്ക ഡെസ്കിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ 15 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഒന്നിച്ച് നാട്ടിലെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് നോർക്ക സെക്രട്ടറി കെ വാസുകിയുടെ പ്രതികരണം. ഇതിനായി പ്രത്യേക വിമാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും മൃതദേഹങ്ങൾ ഒന്നിച്ച് എത്തിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. പരുക്കേറ്റവർക്ക് അവിടെ തന്നെ ചികിത്സ നൽകും. 15-ന് ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ ഇന്ന് വൈകിട്ടോടെ ചാർട്ടേഡ് വിമാനത്തിൽ മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൃത്യം ഇപ്പോൾ 3 മണി കഴിഞ്ഞിരിക്കുന്നു. 3 മണിയോടുകൂടി അതിനുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും കുവൈറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ബിജോയ് ചേരുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബിജോയിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ബിജോയ്, താങ്കൾ എത്ര വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്? കുറച്ച് എനിക്ക് കേൾക്കാൻ കഴിയില്ല, അത്ര വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നത്. എന്നോടല്ലേ? അതെ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ എത്ര വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു? ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഈ അപകടം നടന്ന സ്ഥലത്തിന് അടുത്തായിരുന്നോ താങ്കൾ, അല്ലെങ്കിൽ ആ അപകടം നേരിട്ട് കണ്ട ആളാണോ? നേരിട്ട് കണ്ടില്ല, പക്ഷെ അപകടം നടന്നതിന്റെ വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു 100 മീറ്റർ അകലെ ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ശരി, എങ്ങനെയാണ് ഈ ഒരു അപകടത്തിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞത്? ആരെങ്കിലും പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ തീ പടരുന്നത് കണ്ടതാണോ? എങ്ങനെയാണ് താങ്കൾ ഇത് അറിഞ്ഞത്? നമ്മുടെ അടുത്തുള്ള ഒരാൾ ഫോൺ ചെയ്തത്, ആ ബിൽഡിങ്ങിന്റെ അടുത്തുള്ള ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഇവിടെ ഒരു ഫയർ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ മുഴുവൻ കലയുടെ സംഘടനാ പ്രവർത്തകർ മുഴുവൻ അവിടെ വരികയും ചെയ്യുകയും പിന്നീട് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷന് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും പോലീസിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് 4:30-5 മണിയോടുകൂടിയാണ് റെസ്ക്യൂ ഓപ്പറേഷൻ മുഴുവൻ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കാൻ കഴിഞ്ഞ്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അവർ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു വസ്തുത. പിന്നീട് അതിനുശേഷം ഞങ്ങൾ എല്ലാ 4 അദാൻ ഹോസ്പിറ്റല്, ജഹ്റ ഹോസ്പിറ്റല്,
അതുപോലെ തന്നെ സഭാ ഹോസ്പിറ്റൽ, ജാബർ ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലാ പേഷ്യൻസിനെയും, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻജൂർഡ് ആയിട്ടുള്ള എല്ലാവരെയും പോയി വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ഇൻജേർഡ് ആയിട്ടുള്ളവരൊക്കെ ഒരുവിധം ഓക്കെയാണ്, അവര് സേഫ് ആയിട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പൊതുവെ വളരെ ആഴ്ത്തുന്ന പ്രവാസി സമൂഹത്തിന് മുഴുവൻ സങ്കടത്തിലാഴ്ത്തുന്ന രീതിയിലാണ് ഏകദേശം 22 പേരാണ് മരിച്ചത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബോഡി ഉണ്ട് എന്നുള്ളത് ഇപ്പൊ റിപ്പോർട്ട്. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി 2-3 മണിവരെ മോർച്ചറിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ പേരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കുറെ പേരെല്ലാം ഇവിടെ മുൻപ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിന്റിലൂടെയൊക്കെയാണ് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ പൊതുവെ 192 പേരാണ് 195 പേരാണ് പൊതുവെ അവിടെ ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അതില് ഡ്യൂട്ടിക്ക് 17 പേര് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി 67 പേര് സേഫ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ 60 പേരുണ്ട്. ഇപ്പൊ മിസ്സിംഗ് എന്ന് പറയുന്നത് 51 പേരാണ്. അതിൽ 22 പേരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 51 പേരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണോ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? അതായത് ഈ 51 പേരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണോ താങ്കൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? അല്ല, വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതല്ല, നമുക്ക് ഒഫീഷ്യലി എംബസി ഇത്രയും നേരമായിട്ട് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. അതെ, തീർച്ചയായും. താങ്കൾ ഈ അപകടം നടന്ന സമയത്ത്, താങ്കൾ ഇത് അറിഞ്ഞ സമയത്ത് കൃത്യമായി അപ്പോൾ തന്നെ അപകടം നടന്ന ബിൽഡിംഗിൽ എത്തിയിരുന്നോ താങ്കൾ? അപകടം നടക്കുന്നത് ഏകദേശം പുലർച്ചെ 4:30 എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഏകദേശം 8 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ശരി, താങ്കൾ അവിടെ എത്തിയ സമയത്ത് എന്തായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? കാരണം അത്രമാത്രം ഭയാനകമായ. ശരി, പറഞ്ഞോളൂ. വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. അവിടെ ആരെയും കടത്തിവിടാൻ പോലീസ് സമ്മതിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റും ആംബുലൻസും ഒരുപാട് പോലീസ് ഓഫീസേഴ്സും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവര് തുടർച്ചയായിട്ടുള്ള അവിടെ നിന്ന് പരമാവധി ഒഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. എങ്കിലും തീ അണയ്ക്കാൻ കുറെ സമയമെടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് അവിടെയുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 4ഉം 5ഉം നിലകളിലുള്ളവരൊക്കെ സ്മോക്ക് കൊണ്ടാണ് പലർക്കും പരിക്കേറ്റതും അതുപോലെ തന്നെ മരിച്ചതും എന്നുള്ളതാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾ നാട്ടിൽ എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ പാലക്കാടാണ്. ശരി, ഈ അവിടെ മരണപ്പെട്ട സഹോദരന്മാരിൽ ആരെങ്കിലും താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നു? നേരിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന കലയുടെ അംഗങ്ങളായിട്ടുള്ള 2-3 പേര് അതില് ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ മുന്നേ നേരിട്ട് സംസാരിച്ചിട്ട് പരിചയമില്ലെങ്കിലും അവരെ കണ്ടിട്ടുണ്ട്. ശരി, ഇപ്പോൾ കൃത്യം 3 മണിയോട് കൂടി തന്നെ അവിടുന്ന് മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനങ്ങൾ പുറപ്പെടുമെന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ ആ കാര്യത്തിൽ? ഉണ്ട്. ഞങ്ങളിപ്പോ എംബസിയുടെ പരിസരത്താണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പോ എംബസി എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എംബാമിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മറ്റുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എത്ര മണിക്കാണ് നമുക്കിപ്പോ മോർച്ചറിയിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ വെളിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ, മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വിമാനത്തിൽ മൃതദേഹങ്ങൾ കയറ്റുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക്? അതെ 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 അതെ. ശരി, ഈ ഒരു കാര്യം കൂടി, അതായത് ഈ കുവൈറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായ നിയമങ്ങൾ, വലിയ രീതിയിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇത്തരത്തിൽ ഒരുപാട് കെട്ടിടങ്ങളിൽ ഇങ്ങനെ നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ സാധിക്കുമോ അവിടെ? അല്ല, അതിനെക്കുറിച്ചുള്ള ഈ കുവൈറ്റിലെ ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണ്. അത് പരിശോധിച്ച് അവർ കൺഫേം ചെയ്ത ശേഷം മാത്രമേ
എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അവർ പറയുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ലേബർ ക്യാമ്പുകൾ അടക്കം ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള കർശന പരിശോധനകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പൊതുവെ കുവൈറ്റിലെ ഗവൺമെന്റ് അത്തരം കർശനമായിട്ടുള്ള പരിശോധനകൾ എന്ന് നടത്തുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ചല്ല, പൊതുവെ നല്ല രീതിയിൽ തന്നെ കർശന പരിശോധന നടക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ശരി. ഇപ്പോൾ 7ഓളം ആളുകൾക്ക്, മലയാളികൾക്ക് ഇപ്പോഴും ഗുരുതരമായി അവർ ആശുപത്രിയിൽ തുടരുകയാണ്. ഗുരുതര സാഹചര്യമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് അതിൽ ആശുപത്രിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു? അവരുടെയൊക്കെ ഒരു ആരോഗ്യനില എന്താണ് ഇപ്പോൾ? ഈ ഞങ്ങള് പൊതുവെ ഇവിടെയുള്ള 4-5 ഹോസ്പിറ്റലാണ് ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഈ 7 പേരുടെ സ്ഥിതി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. അപ്പൊ കൃത്യമായിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻ മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോ അത് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ നമുക്കത് തരാൻ സാധിക്കുകയുള്ളൂ. ശരി. ഈ ഒരു അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനം അത് കൃത്യസമയത്ത് തന്നെ നടന്നിരുന്നു എന്ന് താങ്കൾക്ക് അറിയാൻ സാധിച്ചിരുന്നു? വളരെ നല്ല രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്നുള്ള മറ്റുള്ള സപ്പോർട്ടുകളൊക്കെ, കാരണം വളരെ ചൂട് സമയമായിരുന്നു, അപ്പോൾ വെള്ളം എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾ ഇപ്പോൾ ഉള്ളത് എംബസിക്ക് സമീപമാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഉടൻ തന്നെ അത്തരത്തിലൊരു നടപടി, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ഒരു നടപടി ആരംഭിക്കും. വളരെ വേഗം അത് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം താങ്കൾ ഞങ്ങൾക്കൊപ്പം ചേരുക. അതിനുള്ള കൃത്യമായ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കൈമാറാമെന്നുള്ളതിനാണ് പ്രധാനമായിട്ട് പറയാം. ശരി. ശ്രീ ബിജോയ്, വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്, കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്നും പങ്കുവച്ചത്. എന്തായാലും ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് വളരെ വേഗം അതിനുള്ള നടപടികൾ, മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള, അവരുടെ നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എംബസിയിലാണ് ശ്രീ ബിജോയ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹമാണ് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്. നമുക്കിനി പത്തനംതിട്ടയിലേക്ക് പോകണം. ഈ നാടിനെ തന്നെ, പത്തനംതിട്ട ജില്ലയെ തന്നെ ഏറെ നടുക്കിയുള്ള മരണങ്ങളാണ് അവിടെ ഉണ്ടായത്. ശരണ്യ സ്നേഹജൻ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നുണ്ട്. ശരണ്യ, ഒരു നാട് മൊത്തം വേദനയിലാണ്, കണ്ണീരിലാണ്. അത്രമാത്രം നൊമ്പരമാണ് പത്തനംതിട്ട, ഈ കുവൈറ്റ് ദുരന്തത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രം ഉണ്ടായത്. ശരണ്യ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണ്? ഞാനിപ്പോൾ ഉള്ളത് കീഴ്വായ്പൂരിലാണ്. കുറച്ചു നേരത്തെ മുമ്പ് മരണം സ്ഥിരീകരിച്ച ഷിബിൻ എന്ന വ്യക്തിയുടെ വീടിന് അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഷിബിൻ ടി എബ്രഹാം എന്ന വ്യക്തിയാണ് തേവറോട്ട് വീട്ടിൽ. ഷിബിൻ ടി എബ്രഹാമിന്റെ മരണമാണ് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചത്. ഷിബിന് 31 വയസ്സായിരുന്നു. ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ചവരുടെ വിശദാംശങ്ങൾ മുരളീധരൻ നായർ വാഴമുട്ടം സ്വദേശിയാണ്. ഒപ്പം തന്നെ ആകാശ് നായർ മുടിയറക്കോണം പന്തളം സ്വദേശിയാണ് ആകാശ്. ഒപ്പം സജു വർഗീസ് അട്ടച്ചാക്കാൽ സ്വദേശിയാണ്. തോമസ് സി ഉമ്മൻ എന്ന വ്യക്തി മരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ആകാശിന്റെ വീട്ടിലേക്ക് ആരോഗ്യമന്ത്രി എത്തിയിരുന്നു. ഈ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ആളുകൂടിയാണ് ആരോഗ്യമന്ത്രി. വീണ ജോർജ് ആണ് തുടർന്ന് മറ്റൊരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചത്. അദ്ദേഹം മാത്യു തോമസ് എന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചത് മാത്യു തോമസിന്റെയും ഷിബിന്റെയും മരണ വിവരമാണ്. മാത്യുവിനെ കുറിച്ച് ഇന്നലെ മുതൽ പറയുന്നുണ്ട്. ഇദ്ദേഹം നിരണം സ്വദേശിയാണ് എങ്കിൽ പോലും ഇപ്പോൾ പാണ്ടനാടാണ് താമസിക്കുന്നത്, ചെങ്ങന്നൂര്. ഭാര്യ ഷിനുവും ഒപ്പം തന്നെ മേഘ ഷെറിൻ 2 പെൺമക്കളുമാണ് ഉള്ളത്. ഒപ്പം തിരുവല്ല സ്വദേശിയായി മരണപ്പെട്ട ഈ തോമസ് ഉമ്മന്റെ വീട്ടിലും നമ്മൾ എത്തിയിരുന്നു. തോമസ് സി ഉമ്മൻ. ഇവിടെയൊക്കെ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായി മറുനാട്ടിൽ ജോലിക്ക് പോയ ആളുകൾ, അവരൊക്കെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഉമ്മന്റെ വീട്ടിലൊക്കെ ചെന്നപ്പോൾ, അതായത് ഈ തോമസ് സി ഉമ്മന്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ
അത് വളരെ ഒരു പാവപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിനും ഉള്ളത് ഒരു പെൺകുഞ്ഞാണ്, ചെറിയൊരു കുട്ടിയാണ്, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചേ ആയുള്ളൂ, ചെറിയൊരു പെൺകുട്ടിയാണ് ഉള്ളത്. ഒപ്പം ഈ സജി എന്ന് പറഞ്ഞ സജു വർഗീസ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 2 പെൺമക്കളാണ് ഉള്ളത്. 2 പേരും പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഇളയ കുട്ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത് 22-ാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ സജുവിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകാശ് നായരുടെയും വീട്ടിലും നമ്മൾ പോയിരുന്നു. അദ്ദേഹം മുടിയർക്കോണം സ്വദേശിയാണ്, ഈ പന്തളംകാരനാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ വിഷമമുള്ള സാഹചര്യം. കാരണം ആ വീടിന്റെ ഏക ആശ്രയമായിരുന്നു ആകാശ്. 31 വയസ്സായിരുന്നു. അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയ ആളാണ്. 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നു. പിന്നീട് അവർ ഡൽഹിയിൽ നിന്നും ഇവിടെ വന്ന ബന്ധുക്കളുടെ കൂടെ ഇവിടെ സെറ്റിൽഡ് ആവുകയായിരുന്നു. ആ കുടുംബത്തെ മുഴുവൻ താങ്ങി നിന്നിരുന്നത് ആകാശാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ. നാട്ടുകാരുമൊക്കെ അത്തരം വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, വീട് വെച്ചു, സ്വന്തം ഒരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പല ആലോചനകളും വന്നിരുന്നു. ഈ ഓണത്തിനെത്തി അത്തരത്തിലൊരു വിവാഹത്തിലേക്കൊക്കെ കടക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെയായിരുന്ന ചെറുപ്പക്കാരാണ് അവിടെ മരണമടഞ്ഞത് എന്നുള്ളതാണ്. ഈ മാത്യു ടി തോമസ് 30 വർഷക്കാലമായി ഈ NTPCയുടെ കമ്പനിയിൽ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ അവിടെ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ മാത്യു തോമസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിരവധി ആളുകൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ പണ്ട് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന പ്രവാസികളായ ആളുകളെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ തീപിടുത്തമുണ്ടായ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അവിടെ മെസ്സ് പ്രവർത്തിക്കുന്നത് താഴത്തെ നിലയിലാണ്. അപ്പോൾ ഭക്ഷണം ഈ താഴത്തെ നിലയിലെ മെസ്സിൽ നിന്നായിരിക്കും തീ പടർന്നത് എന്നുള്ള സൂചനയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസി അസോസിയേഷന്റെ ആളുകളുമൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇനിയും വിവരങ്ങൾ, മിസ്സിംഗ് ആയ ആളുകളുടെ പേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ബന്ധുക്കളുമൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നാടാകെ ഒരു ഭയത്തിലാണ്. കാരണം കൂടുതൽ ആളുകൾ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള പേടി എല്ലാവർക്കുമുണ്ട്. ഒപ്പം അവിടെ നമുക്കറിയാമല്ലോ, ഈ കമ്പനിയുടെ ഉടമ താമസിക്കുന്നതും പത്തനംതിട്ടയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഇനി സ്വന്തം നാട്ടിലും തൊട്ടടുത്ത ജില്ലയിൽ നിന്നുമൊക്കെയായി നിരവധി ആളുകളെ അദ്ദേഹം വിവിധ കമ്പനികളിലായി ജോലിക്കായി, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ ജോലിക്കായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മരണപ്പെട്ടവരിൽ കൂടുതലും പത്തനംതിട്ട സ്വദേശികൾ ഉണ്ട് എന്നുള്ളത് തന്നെ സ്വന്തം നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൊടുത്തതിന്റെ ഭാഗമായി അവിടെ പോയവരാണ്. എന്തായാലും അതൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ, എവിടെയെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. പ്രവാസികളായ ആളുകളുടെ കുടുംബങ്ങൾ, അവർക്ക് അവരുടെ ദുഃഖം താങ്ങാവുന്നതിനും അപ്പുറമാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ഒരു വിയോഗം എന്ന് തന്നെ പറയാം. വളരെ പെട്ടെന്ന് പുലർച്ചയോടുകൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അവിടെ ആളുകൾ മരണപ്പെടുന്നു, ആളുകൾ ഫോണിൽ ബന്ധപ്പെടാനാകുന്നില്ല. അങ്ങനെ തന്നെയാണ്. ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടി കടൽ കടന്നു പോയവരാണ് വലിയ ദുരന്തത്തിൽ അകപ്പെട്ടത്. ഒരു നാടിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരണ്യ, ഈ പത്തനംതിട്ടയിൽ മരണപ്പെട്ടവരെല്ലാവരും വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നവരാണോ? അവരുടെ ഒരു വീടിന്റെ നിലവിലൊരു സാഹചര്യം എന്താണ്? നമുക്കത് ഊഹിക്കാൻ സാധിക്കും. എന്നാലും ശരണ്യ അവിടെ നേരിട്ട് പോയ ഒരാളാണ് ആ ഒരു പശ്ചാത്തലത്തിൽ. ഇതില് മാത്യു 30 വർഷമായി, ഈ പാണ്ടനാട് താമസിക്കുന്ന മാത്യു 30 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ വന്ന് മകളുടെ അഡ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വന്ന് പോയതാണെന്നുള്ളതാണ് കുടുംബം പറഞ്ഞത്. ഒപ്പം സജു 22 വർഷക്കാലമായി പ്രവാസിയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മരിച്ച ആകാശ് 8 വർഷക്കാലം അവിടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഈ ഏറ്റവും ഒടുവിൽ ഞാൻ പോയ തോമസ് സി ഉമ്മന്റെ വീട്ടിൽ, അവിടെ 5 വർഷമേ ആയുള്ളൂ മകൻ പോയിട്ട് എന്നുള്ളതാണ് അവര് പറഞ്ഞത്. അവരുടെ ഈ തോമസ് ഉമ്മന്റെയൊക്കെ വീട്ടിലെ ആണെങ്കിലും സാമ്പത്തികമായി ഒരുപാട് മുന്നോക്കം നിൽക്കുന്ന ആളുകളല്ല. മറ്റവരൊക്കെ കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽഡ് ആയ ആളുകളാണെന്ന് പുറമേ നമുക്ക് തോന്നുന്നു. നമുക്ക് അവരുടെ അകത്തേക്കുള്ള വിവരങ്ങളൊന്നും അറിയില്ല. പ്രയാസങ്ങളുള്ളവരാണോ, പ്രതിസന്ധികളുള്ളവരാണോ എന്നൊന്നും അറിയില്ല. കാരണം ഒരു വീടിന്റെ താങ്ങ്, പല വീടുകളും ആ വീടിന്റെ ഗൃഹനാഥനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അത്തരത്തിൽ ഈ കണ്ട ആളുകൾ ഭൂരിഭാഗം പേർക്കും ഭാര്യമാർക്കൊന്നും ജോലിയുള്ളവരൊന്നുമല്ല. അവരെല്ലാവരും ഹൗസ് വൈഫായി നിൽക്കുന്ന ആളുകളാണ്. ഈ ആകാശിന്റെ വീട്ടിൽ ആകാശിന്റെ അമ്മ
ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്നു, ഒരു ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ആകാശ് എന്ന് നമുക്ക് പറയാം. കാരണം ആ ചെറുപ്പക്കാരൻ്റെ അധ്വാനം കൊണ്ടാണ് അച്ഛൻ്റെ മരണശേഷം ഉണ്ടായ ആ ഒരു പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് അവർക്കൊരു വീടും സഹോദരിയുടെ കല്യാണവും ഒക്കെ നടത്താൻ കഴിഞ്ഞത് ഈ ഒരു ജോലിയുടെ പുറത്താണ്. ആ അമ്മ എങ്ങനെ സഹിക്കുമെന്ന് നമുക്കൊരിക്കലും അത് വിശദീകരിക്കാൻ കഴിയില്ല. അത്ര ദുഃഖകരമാണ് അവരുടെയൊക്കെ വീട്ടിലെ സാഹചര്യം. 2 മക്കൾക്ക് വേണ്ടി 2 വയസ്സിൽ മരിച്ചതിന് ശേഷം, ഭർത്താവ് മരിച്ചതിന് ശേഷം ആ മക്കളെ വളർത്താൻ വേണ്ടിയാണ് അവർ ജീവിച്ചത്. അവർ നിൽക്കെ തന്നെയാണ് ഇപ്പോൾ മകൻ ഇത്തരത്തിൽ അകാല മരണം സംഭവിച്ച്, ദാരുണമായൊരു മരണം സംഭവിച്ച് വിട പറഞ്ഞു പോകുന്നൊരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടുകളിലെല്ലാം തളം കെട്ടി നിൽക്കുന്നത് അതീവ ദുഃഖകരമാണ്. നമുക്കൊന്നും പലരെയും ഫേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ശരണ്യ സ്നേഹജനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ ദുരന്തമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായത്. നമുക്കിപ്പോൾ കോട്ടയത്ത് മരണപ്പെട്ട സ്റ്റെഫിൻ്റെ സഹോദരിയുടെ ബന്ധുവിൻ്റെ പ്രതികരണത്തിലേക്ക്. ഈ അടുത്ത സമയത്ത് ഒരു വർഷത്തിന് ഒരു 4-5 മാസത്തിന് മുമ്പ് ഇവിടെ നാട്ടിൽ വരികയും വീടിൻ്റെ പണിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബറിൽ തന്നെ നാട്ടിൽ വന്ന് വീട്ടിൽ പ്രവേശനം നടത്തി വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെല്ലാം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സങ്കടകരമായ വാർത്ത ഇന്നലെ ഒരു 12:30 കൂടിയാണ് നമ്മൾ താൻ താമസിക്കുന്ന ഫ്ലാറ്റിന് തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരമാണ് ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഹോസ്പിറ്റലുകളൊക്കെ വേണ്ടപ്പെട്ടവർ പലരും അന്വേഷിച്ചിട്ടും അവിടെയൊന്നും തൻ്റെ പേരോ ലിസ്റ്റിൽ നിന്നും വന്നിട്ടില്ല എന്ന് അറിയുവാനിടയായി. നമുക്കൊരു 2:30-3 മണിയോടുകൂടെ ചെറിയൊരു അറിവുണ്ടായി. താനും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച അറിവ്. ഒരു 3:30-4 മണിയോടുകൂടെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനിടയായി. താനും ഈ ദുരന്തത്തിൽ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് നമുക്കപ്പോൾ കിട്ടിയ വാർത്ത. അത് വളരെ വേദനയോടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കാനിടയായത്. വളരെ പ്രതീക്ഷയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ പിതാവ് ശാരീരികമായി ക്ഷീണമുള്ളയാളാണ്. ചില നാളുകൾക്ക് മുമ്പ് തനിക്ക് ക്യാൻസർ എന്ന രോഗം വരികയും അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 3 പേരും, സ്റ്റെഫിന്, ഫെവിന്, കെവിൻ, ഇവർ 3 പേര്. ഫെവിൻ അവിടെ ഇതേ കമ്പനിയിൽ അവിടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അവർ 2 പേരും അവിടെയുണ്ട്, അടുത്തടുത്താണ് താമസം. ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ നിന്ന സമയത്താണ് ഈ വാർത്തകൾ കേൾക്കുന്നത്. വളരെ ഞെട്ടലോടെയാണ് ഞങ്ങളെ വീടും സഭയും ദേശമെല്ലാം അത് ഉൾക്കൊണ്ടത്. കുവൈറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമാണ് ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് ദുരന്തം ഇത്ര രൂക്ഷമാവാൻ കാരണം അതുതന്നെയാണ്. ഈ തീപിടുത്തം എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് ഈ തീ പടർന്നത്? ഐഷതുൽ ഷംന വിശദീകരിക്കും. ഈ തീപിടുത്തത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും ഇതാണ് ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റ് നില. ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഒരു മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇതൊരു കുക്കിംഗ് ഏരിയ എന്ന് കരുതപ്പെടുന്ന ഈ ബേസ്മെന്റ് നിലയിൽ തീ പടരുകയായിരുന്നു. പിന്നീട് അത് മുകളിലോട്ട് ഈ നിലയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചു. പിന്നീടാണ് അത് കെട്ടിടത്തിന്റെ മുകളിലോട്ട് വ്യാപിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ട്. ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ചെറിയ ഗ്യാസ് കുറ്റികളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം പിന്നീടാണ് ഈ ബേസ്മെന്റ് നിലയിൽ നിന്ന് മറ്റു നിലകളിലേക്ക്, മുകൾ നിലകളിലേക്ക് തീയും പുകയൊക്കെ പടർന്നത്. ഇത്തരത്തിൽ എല്ലാ ഭാഗത്തേക്കും പുക ഉയർന്നതോടുകൂടി അങ്ങനെയാണ് കൂടുതൽ പേരും മരണപ്പെട്ടത്. ഈ പുക ശ്വസിച്ചാണ് കൂടുതൽ പേർ മരണപ്പെട്ടത്. നമുക്ക് നോക്കിയാൽ കാണാം ഈ ബേസ്മെന്റ് നില ഒന്നാകെ തീ പടരുന്നു. പിന്നീട് ഓരോ ഭാഗങ്ങളിലായിട്ട് മുകൾ നിലയിലേക്ക് തീയെത്തുന്നു. കുറച്ചുകൂടി വ്യക്തമായി ഈ ചിത്രം നോക്കുകയാണെങ്കിൽ 7 നില കെട്ടിടമുള്ള ഈ കെട്ടിടത്തിൽ 7 നിലയുള്ള ഈ കെട്ടിടത്തിൽ എല്ലാ ഭാഗങ്ങളിലൂടെയും തീയും പുകയും ഉയർന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു പിന്നീട് കണ്ടത്. അങ്ങനെ ഈ എല്ലാ ഭാഗത്തു നിന്നും പുക വന്നു, തീ വന്നതോടുകൂടിയാണ് മുകൾ നിലയിലുള്ളവർക്ക് പോലും രക്ഷപ്പെടാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായ സമയത്ത് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഏറ്റവും മുകളിലെ നിലയിലേക്ക് വരെ ഈ പുക ഉയർന്നിരുന്നു. അങ്ങനെ തന്നെ ശ്വാസം മുട്ടിയാണ് മരിച്ചത്. അപകട കാരണം വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും താഴത്തെ നിലയിലുള്ള ഗ്യാസ് കുറ്റികളിലൊക്കെ തീ പടർന്ന് അത് പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ ഒരു കൂടുതൽ വലിയ വ്യാപ്തിയിലോട്ട് ഈ ദുരന്തം എത്തിയത്.
തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചു വരുമ്പോൾ നമ്മൾ കാസർഗോഡേക്കാണ് പോകുന്നത്. കാസർഗോഡും കുവൈറ്റിലെ തീപിടുത്തത്തിൽ 2 മരണമുണ്ട്. ആ നാടും വലിയ വേദനയിലാണ്. KV ബൈജു കാസർഗോഡ് നിന്നും ചേരും. ബൈജു, 2 ജീവനുകളാണ് കാസർഗോഡ് ജില്ലയിൽ പൊലിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വേദനയിലാണ് ആ നാട്. ഒരുപാട് പ്രതീക്ഷകളുമായി കടൽ കടന്നു പോയവരാണ് ജീവനൊട്ട് തിരിച്ചു വരുന്നത്. ആ വീട്ടുകാർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, ആ നാടിന് അത് എത്രമാത്രം വേദനയാണ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ബൈജു ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ 2 പേരുടെയും വീട്ടുകാർ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? അവിടുത്തെ ഒരു സാഹചര്യം അത് എങ്ങനെയാണ്? തീർച്ചയായും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ്. പ്രധാനമായും കുവൈത്ത്, ഖത്തർ, ദുബായ്, ബഹ്റൈൻ പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കാസർഗോഡുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം പകുതിയിലേറെ മലയാളികളെ ഇപ്പോഴും തിരിച്ചറിയാനുണ്ട്. വലിയ ആശങ്കയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ബന്ധുക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ മൃതദേഹം എപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ്. ഏതായാലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മരണമാണ് കാസർഗോഡ് ജില്ലയിൽ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് ചെങ്കളയിലെ രഞ്ജിത്തിനെയും ഒപ്പം തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ കേളു, ഈ 2 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കൂടുതൽ പേർ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല. ഇതിൽ ഒരാൾക്ക് തൃക്കരിപ്പൂർ ഒളവറയുള്ള നളിനാക്ഷൻ എന്നയാൾക്ക് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ചാടുന്നതിനിടയിൽ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാളുടെ നില വളരെ ഗുരുതരമാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇയാൾ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരം ലഭിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഇത്ര മണിക്കൂർ പിന്നിട്ടിട്ടും ഇതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. ഏതായാലും വലിയ ദുഃഖം തളകെട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. ഇത് ഓരോ വീട്ടുകാരും ഇത്തരത്തിൽ ഈ കുവൈത്തിന്റെ ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ആശങ്കയിലാണ്. ഇവർ പലരെയും വിളിച്ച് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടമോ പോലീസിനോ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമാകാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉയർന്ന കാര്യം. ബൈജു ആ വീടുകളിൽ പോയി കാണും. ഇവരൊക്കെ ആ മരിച്ച 2 പേരും വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സമീപകാലത്ത് ജോലിക്ക് പോയ ആളുകളാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായും വളരെ പ്രധാനമാണ്. ഈ കേളു എന്ന് പറയുന്നയാൾ 25 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം ഈ ജോലി പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുന്നത്. രഞ്ജിത്ത് ആകട്ടെ 10 വർഷമായി ഈ കുവൈത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 1.5 വർഷം മുൻപാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായി നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ അവിവാഹിതനാണ് ഇദ്ദേഹം. ഇവർ 2 സഹോദരനുണ്ട്. ഒരു സഹോദരൻ വിദേശത്താണ്. ഇത്തരത്തിൽ ഇവർ വീടിന്റെ തന്നെ ഒരു ആശ്രയമാണ്, ഏക അത്താണിയാണ് ഈ രഞ്ജിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൂലിപ്പണി ചെയ്യുന്ന അച്ഛനിപ്പോൾ അസുഖമായതുകൊണ്ട് തന്നെ ആ ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് രഞ്ജിത്തിന്റെ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. വലിയ ദുഃഖം സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ഈ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇന്നലെ പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. ഇത് ശരിയാണോ എന്ന തരത്തിൽ നമുക്ക് തന്നെ നിരവധി കോളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ മൃതദേഹം വരാനുള്ള ഒരു കാത്തിരിപ്പ് അത് വളരെ കഷ്ടം തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീടുകളിലൊക്കെ ഇവരിങ്ങനെ കാത്തിരിക്കുന്നതാണ്. എന്നാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു വിവരവും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടിയില്ല. എന്നെ നെല്ലിക്കുന്ന് MLA ഇന്ന് രഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് മൃതദേഹം കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകണം, ഈ ബന്ധുക്കൾക്ക് ഇതിന്റെ അവ്യക്തത നീക്കണം എന്നൊക്കെയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. ശരി, കാസർഗോഡ് നിന്നും KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ ആശങ്കയിലാണ് കാസർഗോഡ് ജില്ലയും. നിലവിലെന്തായാലും കുവൈറ്റിലെ മരണനിരക്ക് ഉയരുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 24 മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് 2 മലയാളികളാണ്
മരിച്ചത്. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. 5 വർഷം മുൻപാണ് പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ കുവൈറ്റിലെത്തുന്നത്. NBTC കമ്പനിയുടെ ഹൈപ്പർ മാർക്കറ്റിൽ കാഷ്യറായാണ് ബാഹുലയൻ ജോലി ചെയ്തിരുന്നത്. ബാഹുലയൻ 1 വർഷം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്നുപോയത്. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. പുലാമന്തോൾ തുരുത്തിൽ ബാഹുലേയനാണ് മരണപ്പെട്ടതായിട്ടുള്ള വിവരം വീട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ളത്. 36 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ആയിരുന്നുള്ളൂ. അദ്ദേഹം കുവൈത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലാണുള്ളത്. ആളുകളൊക്കെ അറിഞ്ഞെത്തുന്നു. പലരും വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രാദേശികമായിട്ടും ജില്ലാതലത്തിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമ്മളിപ്പം ഇവിടുത്തെ മെമ്പറായിട്ടുള്ള ലഷ്കർ വരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു വിവരം അറിഞ്ഞത്? ഇന്നലെ വൈകിട്ടാണ് ഈ കാര്യങ്ങൾ ഒരു ഫോണിലൂടെ നമ്മുടെ നാട്ടിൽ തന്നെ ജിഷാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കമ്പനിയുടെ PR ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 3 ഭാഗമായിട്ട്, അതായത് ഒന്ന് ശ്വാസവാതക പ്രകാരം അതുപോലെ കത്തിക്കെറിഞ്ഞ് അതുപോലെ ബിൽഡിങ്ങിൽ നിന്ന് ചാടിയത്. ഈ 3 അതിൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹോസ്പിറ്റലിലേക്ക് അന്വേഷിച്ച് ഇന്നലെ വൈകുന്നേരം വരെ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഔദ്യോഗികമായിട്ടൊരു മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണവും ഇവിടെ നാട്ടിൽ നമ്മൾ ആളുകളൊക്കെ ബന്ധപ്പെട്ടേക്ക് അതിനൊരു സ്ഥിരീകരണം ഇട്ട്. വൈകുന്നേരം വരെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. ഈ കാര്യങ്ങൾ എന്താ സംഭവിച്ചത്. അച്ഛനും ഇന്നലെ വൈകിട്ടൊക്കെ അങ്ങനെ നമ്മളെ പരിത് ബാബു നമ്മളെ മുൻ മെമ്പറൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ എന്താ സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കമ്പനിയിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഇന്ന് രാവിലെ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രയാസത്തിലാണ്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മുഴുവൻ സമയ പൊതുപ്രവർത്തനമായി നടക്കുന്ന ആളാണ്. ഈ കുട്ടീനെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വരുമാന സ്രോതസ് അതാണ് ഇപ്പോൾ നിലച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്കൊപ്പം 2 അതിഥികൾ കൂടി ചേരുന്നുണ്ട് കുവൈറ്റിൽ നിന്നും. ഒന്ന് റസാഖ് ആയൂറാണ്. അദ്ദേഹം KMCC ജില്ലാ പ്രസിഡന്റാണ്. കാസർഗോഡാണ് സ്വദേശം. മറ്റൊരാൾ റിച്ചി K ജോസഫാണ്. രണ്ടുപേർക്കും നമസ്കാരം. ഏറ്റവും പ്രധാനമായി നമ്മൾ ഏറെ വേദനയോടുകൂടിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നിമിഷം വരെ ഇരിക്കുന്നത്. അത്രമാത്രം മലയാളികളടക്കം ഒരുപാട് പേരുടെ ജീവനാണ് ഇന്നലെ ആ ഒരു ദുരന്തത്തിൽ കുവൈറ്റിൽ പൊലിഞ്ഞത്. ശ്രീ റസാഖ്, താങ്കൾ കാസർഗോഡാണെന്ന് മനസ്സിലാക്കുന്നു. കാസർഗോഡ് അടക്കം 2 മലയാളികളടക്കം മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ കുവൈറ്റിൽ എവിടെയാണ്? ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തുണ്ടോ? ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഈ അപകടം നടന്നത്. മംഗഫ് എന്ന സ്ഥലത്താണ്. മംഗഫ് ബ്ലോക്ക് 4-ലാണ്. ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം വളരെ കുവൈത്തിലെ മലയാളി സമൂഹത്തെ മൊത്തം ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവം നടന്നത്. ഏതായാലും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന് ഉതകുന്ന രീതിയിൽ വളരെ രീതിയിൽ ചെയ്തെങ്കിലും 49ഓളം ആൾക്കാരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതിലേതാണ്ട് 24 പേര് മലയാളികളായിരുന്നു. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. ഹലോ, അതിലേതാണ്ട് 24ഓളം പേര് മലയാളികളായിരുന്നു. അതില് കാസർഗോഡിലെ ചെറുക്കള സ്വദേശി രഞ്ജിത്തും അതുപോലെ തന്നെ നീലേശ്വരം സ്വദേശി കേളു, നീലേശ്വരം എളമ്പച്ചി സ്വദേശി കേളവും കൂടി അതിൽ പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ നളിനാക്ഷൻ വളരെ ഇഞ്ചുറി ആയിട്ട് മുബാറക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ ചെറിയൊരു ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്പറേഷൻ ഇന്ന് നടക്കുന്ന ഡോക്ടർ ഇന്നലെ പറഞ്ഞത്. ശരി, ശ്രീ റസാഖ്, താങ്കൾ ദയവായി എന്നോടൊപ്പം തുടരുക. എനിക്ക് ശ്രീ റിച്ചിയിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. ശ്രീ റിച്ചി K ജോർജ്, അദ്ദേഹം കുറച്ച് തിരക്കിലാണ്. അദ്ദേഹത്തിന് വളരെ വേഗം പോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശ്രീ റിച്ചി K ജോർജ്, താങ്കൾ കുവൈറ്റിൽ ഇപ്പോൾ എവിടെയാണ്? ഈ അപകടം നടന്ന കെട്ടിടത്തിന് സമീപത്തായിരുന്നു. അപകടം നേരിട്ട് കണ്ട ആളാണോ താങ്കൾ? അല്ല, ശരിക്കും ഞാൻ താമസിക്കുന്നത് സാൽമി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടെ കലാ കുവൈറ്റ് എന്ന് പറയുന്ന ഒരു മലയാളി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഞങ്ങൾ ഈ അപകടം നടന്ന ഉടനെ തന്നെ ഞങ്ങളുടെ
പ്രവർത്തകരായിട്ടുള്ളവർ അവിടെ എത്തുകയും അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ പോലീസിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സുകാർക്കും ചെയ്തു കൊടുക്കുകയുണ്ടായി. നമ്മുടെ പ്രവർത്തകർ രാവിലെ ഈ 4:20 അപകടം നടക്കുന്ന ഏതാനും നിമിഷങ്ങളൊക്കെ തന്നെ അവിടെ എത്തിച്ചേരുകയുണ്ടായി. ഞാനടക്കമുള്ളവർ ഒരു 8 മണിയോടുകൂടി അവിടെ ചെല്ലുകയും അപ്പോഴത്തേനും അവിടെ ഒരു ദാരുണമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പുകയും കറുത്ത പുക ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട റസാഖ് പറഞ്ഞതുപോലെ തന്നെ നമുക്കതിന്റെ ഉള്ളിലേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. താഴത്തെ നിലയിൽ നിന്ന് സ്ഫോടനമുണ്ടായി, മുഴുവൻ ബിൽഡിംഗ് കംപ്ലീറ്റ് കറുത്ത പുക വരികയും ആൾക്കാർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ. പിന്നീട് ഫയർഫോഴ്സ് പോലീസുകാര് വളരെ ശ്രമകരമായിട്ടാണ് ആൾക്കാരെ അതിന് പുറത്തേക്ക് എടുക്കുകയും, എന്നാൽ പ്രാണരക്ഷാർത്ഥം കുറേയധികം ആൾക്കാർ മുകളിൽ നിന്നും പുറത്തേക്ക് ചാടുകയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമാണ് ഉണ്ടായത്. ഇപ്പോഴും അതിന്റെ ഞെട്ടലിൽ നിന്നും ഞങ്ങൾ മാറിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെയും ഇന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടന കലാകുവൈറ്റ് എന്ന് പറയുന്ന സംഘടന ദജീജ് അതിന്റെ ബോഡി വെച്ചിരിക്കുന്നിടത്തും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി എംബസിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതുവരെയുള്ള ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 24-25ഓളം പേരാണ് മലയാളികൾ മരണപ്പെട്ടതായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. താങ്കൾ കേരളത്തിൽ എവിടെയാണ് ശ്രീ റിച്ചി? ഞാൻ താമസിക്കുന്നത്, എന്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഒരു 1.5 കിലോമീറ്റർ കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു ജില്ല. കാരണം 7ഓളം ആളുകളാണ് പത്തനംതിട്ടയിൽ മരണപ്പെട്ടത്. ഈ മരണപ്പെട്ട ആരെങ്കിലും താങ്കൾക്ക് നേരിട്ട് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടായിരുന്നു? അതിലെ കുറേയധികം അതിലെ മരണപ്പെട്ടവരെ നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അറിയാവുന്നവരാണ്. അതിൽ കുറച്ച് എല്ലാവരും നമുക്ക് അത് പരിശോധിച്ച് നോക്കാൻ അറിയാം. ചിലരൊക്കെ 4 ദിവസത്തിനൊക്കെ മുന്നിൽ ഇവിടെ ജോലിക്കായി വന്നവരുണ്ട്. ഈ കമ്പനിയുടെ ചില സ്ഥാപനങ്ങളിൽ ജോലിക്ക് റിക്രൂട്ട്മെന്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ഇവിടെ ജോലിക്ക് വന്നവരടക്കം മരണപ്പെട്ടവരിലുണ്ട്. അത് വാഴമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, അത് എന്റെ വീടിനടുത്താണ്. അതുപോലെ തന്നെ കോന്നി എന്റെ വീടിനടുത്താണ്. അതുപോലെ തന്നെ കോഴഞ്ചേരി, കീഴ്വായ്പൂര് അടക്കമുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. അത് പ്രത്യേകിച്ച് ഈ സ്ഥാപനം നടത്തുന്നതും പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതാണ് ഒരു സ്ഥിതി. ശരി. ഈ അപകടം നടന്ന കെട്ടിടം കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് എന്നുള്ള സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ട്? അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിന്റെ ഓണറുടെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതികരണങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വാർത്തകളിൽ കെട്ടിടത്തിന് മതിയായ സുരക്ഷയില്ലായിരുന്നു എന്ന് ഒഴിച്ച് അതിന്റെ ഓണറുമായി ബന്ധപ്പെട്ടു അതിന് ബാക്കി കാരണങ്ങളൊക്കെ തന്നെ ഇവിടെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കില്ല. ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എംബസിയിൽ നിന്നാണ്. താങ്കൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? എപ്പോഴത്തേക്ക് വിമാനത്തിൽ? പറഞ്ഞോളൂ. അതെ, ഞങ്ങളിപ്പോൾ എംബസിയിലാണ്. ഞങ്ങളുടെ സംഘടനയെ ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ എംബസിയിലുണ്ട്. അതിന്റെ പാസ്പോർട്ട് മരണപ്പെട്ടവരുടെ പാസ്പോർട്ട് ക്യാൻസലേഷൻ അടക്കമുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ നമുക്ക് ഒരു സൂചന കിട്ടിയിരിക്കുന്നത്, സൂചന മാത്രമാണ്, ഇവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലായിരിക്കാം ബോഡി കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് കൃത്യമായി എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് ഇതുവരെ കൃത്യമായ ഒരു നിശ്ചയം നമുക്കില്ല. ചാർട്ടേഡ് വിമാനത്തിലാണെന്ന് മാത്രമാണ്. അതിന്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ശരി. എന്തായാലും വളരെ നന്ദി ശ്രീ റിച്ചി കെ ജോസഫ്, ഞങ്ങളോട് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. താങ്കൾ ഞങ്ങൾക്ക് കൃത്യമായി വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഞാൻ വീണ്ടും റസാഖ് ആയൂരിലേക്ക് പോവുകയാണ്. സർ, ഇത്രയും നേരം കാത്തു നിർത്തിയതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ആദ്യം തന്നെ അറിയാനുള്ളത്, താങ്കൾ ഇപ്പോൾ കുവൈറ്റ് ആ അപകടം നടന്നതിന് സമീപത്താണ് എന്നാണല്ലേ പറഞ്ഞത്? അല്ല, ഇപ്പൊ ഞാൻ കുറച്ച് ദൂരെയാണ്. അപ്പൊ നടന്ന സ്ഥലം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്താണ്. ഞാനും താമസിക്കുന്ന മംഗഫ് എന്ന സ്ഥലത്ത് വെച്ചാണ്. താങ്കൾ ആ അപകടം നടന്ന സ്ഥലത്ത് പോയിരുന്നോ? ആ കെട്ടിടം തീപിടുത്തം നടന്ന സ്ഥലത്ത് പോയിരുന്നു? അവിടെ പോയിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ വളരെ പോലീസുകളൊക്കെ അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കുന്നില്ല. ആ രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ആർക്കും അങ്ങോട്ട് പോകാനുള്ള അവസരം കൊടുക്കുന്നില്ല ഇപ്പോൾ. അവിടെ പോയപ്പോൾ താങ്കൾക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച എങ്ങനെയായിരുന്നു സർ? അത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെ ആയിരിക്കും സ്വാഭാവികം. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്.
ഇവിടുത്തെ ഗവൺമെന്റും പിന്നെ അവരൊക്കെ വളരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. അത്ര രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റും പിന്നെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ MOHന്റെ ടീമുകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോഴും സഹായത്തിനായി ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ എപ്പോഴും ആ സമീപത്ത് ഉണ്ടാകും. അവർക്കൊക്കെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ അവിടെ? കമ്പനി NBTC എന്ന ഇവിടുത്തെ ഒരു പ്രമുഖ കമ്പനിയാണ്. അവരൊക്കെ അതിന്റെ രീതിയിലൊക്കെ അവരൊക്കെ ഇതിൽ ചെയ്തുകൊണ്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു സഹായം കിട്ടാത്ത രീതിയിൽ അത് ഇതൊന്നുമില്ല. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലുകളുണ്ട്. ബാക്കിയൊക്കെ കമ്പനി ഇവിടുത്തെ ഗവൺമെന്റും കമ്പനിയും അത് വേണ്ടത് രീതിയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനമായി അവിടെയുള്ള ആളുകളെക്കാൾ നാട്ടിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഉറ്റവരെ കാണുന്നില്ല, അവരൊക്കെ എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. ഞങ്ങൾ KMCCയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ഓരോരോ പ്രവർത്തകർക്കും ഫോൺ കോളുകളുടെ ഇന്നലൊക്കെ ഫോൺ കോളുകളുടെ ഒരു വലിയൊരു ഇതന്നായിരുന്നു. കാരണം അവർക്ക് നാട്ടിലുള്ളവർക്കുള്ള ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ. തീർച്ചയായും. താങ്കൾ എപ്പോഴാണ് ഈ ഒരു തീപിടുത്തത്തിനെ കുറിച്ച് അറിഞ്ഞത്? രാവിലെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. രാവിലെ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ ഇറങ്ങുന്ന നേരത്താണ് ഇത് വരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ പിന്നെ ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഫയർഫോഴ്സും പോലീസുകാരൊക്കെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ശരി. അവിടെയുള്ള ഒരു രക്ഷാപ്രവർത്തനം ആ ഒരു സമയത്ത് അത് എങ്ങനെയായിരുന്നു? വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഇത് അവിടുത്തെ ബിൽഡിങ്ങിന്റെ അവിടുന്ന് പിന്നെ ഒരു ഗ്യാസിന്റെ ഈ പുക മറ്റേ സെൻട്രൽ AC ആയിരുന്നു. സെൻട്രൽ ACയിലോട്ട് പുക സൂക്ഷിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത്. ശരി. ഈ കെട്ടിടം, ഈ തീപിടുത്തമുണ്ടായ കെട്ടിടം, ഈ ബോഡിക്ക് അങ്ങനെ വലിയൊരു കേടുപാടുകളൊന്നുമില്ല. ആകെ കുറച്ച് ബോഡികളെ പിന്നെ കേടുപാടുകളായിട്ട് 4-5 ബോഡികൾ, ബാക്കിയൊക്കെ കേടുപാടുകളൊന്നും ഇല്ലാന്നാണ്. ശരി. ഈ തീപിടുത്തമുണ്ടായ കെട്ടിടം അത് വർഷങ്ങളായിട്ട് അവിടെയുള്ള കെട്ടിടം തന്നെയാണോ, അല്ലെങ്കിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ അതേ ഏരിയയിൽ താമസിക്കും. ഞാൻ സാധാരണ ഇപ്പൊ ഒരു 10 വർഷമായിട്ട് 10 വർഷത്തിന് മേലായിട്ട് ആ ബിൽഡിങ്ങിൽ അവിടെ കാണുന്ന ബിൽഡിംഗ് തന്നെയാണ്. ശരി. ഈ കെട്ടിടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും താങ്കൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ സുരക്ഷാ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഇവിടൊക്കെ ഗവൺമെന്റ് തലത്തിൽ അതൊക്കെ വളരെ സൂക്ഷ്മ പരിശോധന ചെയ്തിട്ടാണ് ഇവരൊക്കെ കൊടുക്കുന്നത്. ബാക്കി ചിലപ്പോൾ പറയാൻ പറ്റൂല എങ്ങനെയാണ്. ശരി. ഇപ്പോഴും മലയാളികൾ അടക്കമുള്ള നിരവധി പേർ അവിടെ ആശുപത്രികളിൽ തുടരുന്നുണ്ട്. 7ഓളം മലയാളികളുടെ സ്ഥിതി ഗുരുതരമാണെന്ന് അറിയാൻ സാധിച്ചു. താങ്കൾക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു? അവരുടെയൊക്കെ ഒരു അവസ്ഥ? അതെ. ഞാൻ പിന്നെ ഇവിടെ 4 ഹോസ്പിറ്റൽ, അദാൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പർവാനിയ, മുബാറക് കബീർ, ജഹറ ഹോസ്പിറ്റലുകളൊക്കെയാണ് ഈ ആൾക്കാരെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ സ്പോട്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചികിത്സകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടുണ്ട്. പിന്നെ എന്റെ നാട്ടുകാരനായ ഞാൻ പറഞ്ഞില്ലേ നല്ലാശാനെ പിന്നെ മുബാറക് ഹോസ്പിറ്റലിലാണ്, കാസർഗോഡ് ജില്ലക്കാരനായ നല്ലാശൻ മുബാറക് ഹോസ്പിറ്റലിലാണ് ചികിത്സയിൽ ഉള്ളത്. ഈ ഇപ്പോൾ പറഞ്ഞ നളിനാക്ഷന്റെ ഒക്കെ കുടുംബം താങ്കളെ ബന്ധപ്പെട്ടിരുന്നു? അവരുടെയൊക്കെ ഒരു സാഹചര്യം എന്താണ്? അവരോടൊക്കെ സംസാരിക്കാൻ സാധിച്ചിരുന്നു കുടുംബത്തിനോടൊക്കെ? അല്ല, കുടുംബം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എന്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക്. ശരി. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായി ഈ ഒരു അപകടത്തിന് ശേഷം, ഈ ഒരു തീപിടുത്തത്തിന് ശേഷം എല്ലാ ലേബർ ക്യാമ്പുകളിലടക്കം വലിയ പരിശോധന സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നു എന്ന് അറിയുന്നു. ഇന്നലെ തന്നെ ജഹറ ഇവരുടെ വലിയ ഇതിൽ തന്നെ ഇവര് മീറ്റിംഗ് കൂടി ഇവര് പ്രഖ്യാപിച്ചെന്നാണ്. എല്ലായിടത്തും വളരെയധികം മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങള്, ജലീബ്, പർവാനിയ, അതുപോലെ തന്നെ മംഗഫ് ഏരിയകളിലൊക്കെ വളരെയധികം സുരക്ഷ ചെക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താപനില വളരെയധികം 47-48 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ അപകടനില കൂടാനുള്ള സാധ്യത അതാണ് ഉണ്ടായത്. ശരി. ഈ മരണപ്പെട്ടതിൽ ആരെങ്കിലും താങ്കൾക്ക് പരിചയമുള്ളവരുണ്ടായിരുന്നോ? എനിക്ക് പരിചയമുള്ളവരില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ അറിയുന്ന സുഹൃത്തുക്കൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇഷ്ടമാരുണ്ടായിരുന്നു. കാരണം ഇവിടെ ഹൈവേ സെന്റർ, ഞാൻ പാഹയിൽ ഹൈവേ സെന്ററിൽ
ജോലി ചെയ്യുന്ന 1-2 പേരെ ഞാനിങ്ങനെ അറിയാം, അത്രേ ഉള്ളൂ. ശരി. ഇപ്പോൾ എംബസിയിൽ നിന്ന് അവസാനമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ നാട്ടിൽ എംബാം ചെയ്തുകൊണ്ട് നടപടികൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ്. നാട്ടിലേക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തുകൊണ്ട് ചാർട്ടർ ഇത് ചെയ്യുമെന്നാണ് അവർ അറിയിക്കുന്നത്. ശരി. എന്തായാലും വളരെ പറഞ്ഞോളൂ. ശരിക്കുള്ള വിവരം അങ്ങനെയാണ്, ഇപ്പൊ അവസാനം കിട്ടുന്ന വിവരം അങ്ങനെയാണ്. ഏതായാലും പിന്നെ ദുഃഖിതരായ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്തത്. അതെ, വളരെ നന്ദി ശ്രീ റസാഖ് ആയൂർ, ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്, വിവരങ്ങൾ പങ്കുവച്ചതിന്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് പറഞ്ഞതിന് വളരെയധികം നന്ദി. ഈ മാസം അവധിക്ക് വരാനിരിക്കെയാണ് കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ് കുവൈറ്റിൽ ദുരന്തത്തിൽ അകപ്പെട്ടത്. നാട്ടിലേക്ക് മടങ്ങാനായി ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തിരുന്നതായി അയൽവാസിയായ കോശി പറഞ്ഞു. കഴിഞ്ഞ 22 വർഷമായി കുവൈറ്റിലാണ് സജു വർഗീസ്. കുടുംബം ഒരു പ്രശ്നമില്ല, അവിടെ കുടുംബം നല്ല രീതിയായിട്ടാണ് പോയി. 2 കുഞ്ഞുങ്ങളെ വളർത്തി. എത്ര കാലമായിട്ടുണ്ട് വിദേശത്ത്? 22 വർഷത്തോളമായി. 22 വർഷമായിട്ട് അവിടെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇളയ മോളെ അഡ്മിഷന് വേണ്ടി ഈ 23-ആം തീയതി കണ്ട് തിരിച്ച് ഇവിടെ വരുമെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത സജു വർഗീസിന്റെ ഒരു ബന്ധുവും ഗുരുതരാവസ്ഥയിലുണ്ടല്ലേ അവിടെ? ബന്ധമുണ്ട്. ഇവിടെ എത്ര മണിയോടെയാണ് ഇവിടെ അറിഞ്ഞത് കാര്യം? ഇവിടെ ഇന്ന് വൈകിട്ട് 7 മണിയോടെ വാർത്തയിലാണ് ഞങ്ങൾ അറിയുന്നത്. അന്നേരം ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ കൂടി ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാവരും വാങ്ങിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്കൊന്നും വല്ലാതെ ഇതായി. മക്കളൊക്കെ എത്ര വയസ്സുള്ള മക്കൾക്ക് 14 വയസ്സും 1-ന് 12 വയസ്സായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചിട്ട് നമുക്ക് എത്ര പെൺകുട്ടികളാണോ? 2 പെൺപിള്ളേരാണ്. 1 ഡിഗ്രി കഴിഞ്ഞു, ഒന്നിന്റെ അഡ്മിഷന് വേണ്ടി വരാനിരുന്നു. ഇവര് വരാനിരിക്കുമായിരുന്നു അല്ലേ? ഈ അടുത്ത ദിവസം ബുക്ക് ചെയ്ത് ഈ സംഭവം ഉണ്ടായത്. കണ്ടിരുന്നോ? വീട്ടുകാരെയൊക്കെ കണ്ടിരുന്നു? ഞാൻ കണ്ടു. പിന്നെ വൈകിട്ട് വന്നു. എന്തുകൊണ്ടല്ലോ എന്നെ പറയത്തുള്ളൂ, കാരണം വേറെ ആരും ഇവിടെ കേട്ടത്തില്ല. 2 പെൺപിള്ളേരും അവരും എല്ലാവരും. ഞാൻ ഇത്രയും വർഷം കൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് കിടക്കുന്നു. ഞാൻ അതേമാതിരി വന്നത്. ബന്ധുക്കളൊക്കെ ഉണ്ടോ? ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി? എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒത്തിരി ആളുണ്ടായിരുന്നു. ഈ മാസം ലാസ്റ്റോടുകൂടി ഇളയ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വൈഫിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവുണ്ട്. ഒരേ റൂമിലായിരുന്നു. 4ാമത്തെ നിലയിൽ നിന്ന് പുള്ളി താഴേക്ക് ചാടി. കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ട്, നെഞ്ചിന് പരിക്കുണ്ട്, മുഖമൊക്കെ ഇതായിട്ടുണ്ട്. ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? കസിൻസ് വേറെ അവിടെ ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പുള്ളി ICUയിൽ നിന്ന് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിരുന്നു. പുള്ളിയെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ഫോണൊന്നും 2 പേരും എടുക്കുന്നില്ല. സജു വർഗീസിന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നില്ല. ജ്യേഷ്ഠന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നില്ല. ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് തിരികെ വിളിക്കുമായിരുന്നു. മറ്റ് നടപടിക്രമങ്ങളൊക്കെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ അവിടെ? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് ജോലിയോ മറ്റോ? ജോലിയില്ല, ഹൗസ് വൈഫ്. 2 പെൺമക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590, പവന് 52,720. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5500, പവന് 44,000. വെള്ളി ഗ്രാമിന് 94, കിലോയ്ക്ക് 94,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റ് ദുരന്തത്തിന്റെ കൂടുതൽ അപ്ഡേഷനുമായി ആര്യാർ ദേവൻ ചേരും. നമസ്കാരം.